ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഷഫീദ് റാവുത്തർ അറിയിക്കുന്നത് MR അജിത് കുമാറിനെ എക്സൈസ് ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ ഉണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, നമുക്കറിയാം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് B അശോകിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ഥലം മാറ്റവുമൊക്കെയായി ബന്ധപ്പെട്ട് വന്ന ഒരു ഉത്തരവിലാണ് MR അജിത് കുമാറിനെ എക്സൈസിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണം, അദ്ദേഹത്തിന് ആ ഇതിൽ തുടരാനുള്ള അർഹതയില്ല എന്ന കാര്യം ട്രൈബ്യൂണൽ വ്യക്തമാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണോ നടപടി? അനുജ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ എക്സൈസ് കമ്മീഷണറായിട്ടുള്ള MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി തീരുമാനമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ അജിത് കുമാറിനെ ഈ വിധത്തിൽ നേരത്തെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പലതരത്തിലുള്ള വാർത്തകളും വിവാദങ്ങളും ഒക്കെ പല ഘട്ടത്തിൽ വന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ പക്ഷേ ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്, അതിൽ IAS അസോസിയേഷന്റെ അടക്കം തീരുമാനം, അവരുടെ പരാതി അവർ ചോദ്യം ചെയ്തത്, അതടക്കമുള്ള കാര്യങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കും അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള ഒരു നീക്കത്തിലേക്കും കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങി എന്നുള്ളതും സൂചനകളായി, സർക്കാരിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ളതും സൂചനകളായി പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഇതിനെ ക്ലെയിം ചെയ്തുകൊണ്ട് MR അജിത് കുമാർ തന്നെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനം ഒന്ന് കേഡർ, അതേപോലെ തന്നെ 2 പദവി, IAS IPS പദവി, ഇത് രണ്ടുമായിരുന്നു പ്രധാനമായും ഇതിനകത്ത് ചലഞ്ചിങ് ഫാക്ടറായി മാറിയത്, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന തീരുമാനങ്ങളായി മാറിയത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ക്ലെയിമുകൾ അത് അന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നേരത്തെ മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ MR അജിത് കുമാറിനെ ഇങ്ങനെ നീക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാരിന് എത്തേണ്ടി വന്നത്. മാത്രമല്ല ഇതിൽ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പലതരത്തിലുള്ള തീരുമാനങ്ങൾ നേരത്തെ തന്നെ ഈ ട്രൈബ്യൂണലിൽ തന്നെ വാദങ്ങളായി ഉയരുകയും ചെയ്തതാണ്. അനുജ, ഇതിലിപ്പോൾ ഈ അന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ പറഞ്ഞത് ഇത് IAS കാഡറിലുള്ളവർക്കാണ് ഇങ്ങനെ ഒരു ചുമതല നിർവഹിക്കാൻ അവകാശമുള്ളത് എന്നുള്ള തരത്തിലേക്കല്ലേ, യോഗ്യതയുള്ളത് എന്നതല്ലേ? അപ്പോൾ അതിൽ ആ തരത്തിൽ തന്നെയല്ലേ അതിന്റെ തുടർ നീക്കങ്ങളും? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് B അശോക് അടക്കമുള്ള ആളുകളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ ചില തീരുമാനങ്ങളുമായി അതല്ലെങ്കിൽ മുന്നോട്ട് പോയത്. അതിൽ തന്നെ പറഞ്ഞിരുന്നത് പോലീസിലേക്ക് ഇക്കാര്യത്തിൽ മടക്കണം, അതായത് ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ നിയമന ഉത്തരവുകളെ ചൊല്ലി തർക്കങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വന്നതാണ്. അതിൽ പറഞ്ഞത് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ തസ്തികകളിൽ മറ്റ് കേഡറിലുള്ളവരെ നിയമിക്കുന്നതിനെതിരെ IAS അസോസിയേഷൻ ആയിരുന്നു ആ ഹർജി നൽകിയത്. മാത്രമല്ല CITയുടെ നിർണായക വിധി അതിന് പിന്നാലെയാണ് വന്നത്. എക്സൈസ് കമ്മീഷണർ, IMG ഡയറക്ടർ ജനറൽ തുടങ്ങിയ തസ്തികകൾ IAS ഉദ്യോഗസ്ഥർക്ക് മാത്രമായി നിജപ്പെടുത്തുകയാണെന്നും അവിടെ IPS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നും ട്രിബ്യൂണൽ നിരീക്ഷിച്ചിരുന്നു. ഈ സാങ്കേതിക കാരണത്താലാണ് അജിത് കുമാറിന് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി അല്ലെങ്കിൽ ഒഴിയേണ്ടി വരുന്നത്. നേരത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറിയ സമയത്ത് MR അജിത് കുമാറിനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഒന്നൊന്നായി അപ്രസക്തമാകുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അത് പ്രത്യേകിച്ച് ഈ തൃശൂർ പൂരം കലക്കൽ വിവാദമുണ്ട്, PV അൻവറിന്റെ ആരോപണങ്ങളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് സർക്കാർ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. മാത്രവുമല്ല ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അത് പിന്നീട് കോടതിയിലേക്ക് അടക്കം നമ്മൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോഴും ഈ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP അദ്ദേഹം നിയമിതനാവുകയും അദ്ദേഹം ആ പദവിയിൽ തുടരുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനൊക്കെ പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ IAS അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത്. അതാണ് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് വന്നത്. അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നു എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ എന്ന ഉത്തരവും പുറത്തിറങ്ങി എന്നതാണ് ഷഫീദ് റാവുത്തർ ബ്രേക്ക് ചെയ്ത് നൽകിയ വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.